കമ്മത്താൻ കമ്മത്തിൽ അറിയാലോ, സ്ലാങ് ഉപയോഗിച്ച് എല്ലാവർക്കും ഞാനാണ് പറഞ്ഞു കൊടുത്തത്. എത്ര വർഷം പ്രൊഫഷണൽ സ്റ്റേജിലുണ്ടായിരുന്നു ഹനീഫ്ക? സ്റ്റേജിൽ എനിക്ക് തോന്നുന്നു കലാഭവനിൽ 81 to 86. അന്ന് ഞാൻ കാണിച്ചിരുന്നത് മധു സാറ്, പ്രേം നസീർ, സത്യൻ സാറ്, പിന്നെ അതുപോലെ ആലുമൂടൻ, പപ്പേട്ടൻ, മുത്തയ്യ എന്ന് പറഞ്ഞ പണ്ടൊരു നടനുണ്ടായിരുന്നു, രാഘവേട്ടൻ. രാഘവേട്ടന്റെ മുത്തയ്യയുടെ ശബ്ദം ഒന്ന് കാണണം. സുമതി, നിനക്കൊരു ധാരണയുണ്ട്, ഞാൻ വെറും ഷണ്ഠനാണ്. ഈ അവസ്ഥയിലും നിന്നെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. നീ പഠിച്ചു മിടുക്കിയാവണം. അതെ, സൂപ്പർ സൂപ്പർ. അതുപോലെ തന്നെ ഹനീഫക്ക പിന്നീട് കോമഡി കാസറ്റുകളിൽ മറ്റു പലരും അനുകരിച്ചുകൊണ്ടിരുന്ന ഒരു ഷേണായി ക്യാരക്ടർ ഉണ്ടായിരുന്നല്ലോ അന്നത്തെ. നഗൽ വെക്കാൻ കൊടുത്തപ്പോൾ നിങ്ങൾ എന്താ കൊടുത്തൊക്കെ പറഞ്ഞു, അത് ഇറക്കിയത് ഹനീഫല്ലേ? ഞാൻ അതിലെ പോകുമ്പോൾ ഒരു പാർട്ടിയെ വിളിച്ചു അന്ന്, ഏയ് അണേഫ് എന്താടോ തനിക്കിപ്പള്ളി ഇല്ലടോ, എന്ത് സ്റ്റേജാ ചെറിയ സമയത്ത് കണ്ടേ ഇത് കാണുമ്പോഴേ ചിരിച്ച് സാകാൻ കൊടുത്തിട്ടുണ്ട് പലവട്ടം. അത് അന്ന്. പക്ഷെ ഇന്ന് എന്ന് പറഞ്ഞാൽ എല്ലാ മലയാളം പറയും. കമ്മത്താൻ കമ്മത്തിൽ അറിയാലോ, ഞാനാണ് മമ്മൂക്കായ്ക്കും ദിലീപിനും അതിനകത്തുള്ള ആ ഒരു സ്ലാങ് ഉപയോഗിച്ച് എല്ലാവർക്കും ഞാനാണ് പറഞ്ഞു കൊടുത്തത്. അത് പക്ഷെ അറിയാലോ എന്ന് പറഞ്ഞെങ്കിലും അത് എനിക്കറിയാമായിരുന്നെങ്കിലും പ്രേക്ഷകർക്ക് അതൊരു പുതിയ അറിവാണ്. കമ്മത്താൻ കമ്മത്തിലും ദിലീപേട്ടനും മമ്മൂക്കയ്ക്കും എല്ലാം ഈ ഭാഷ പറഞ്ഞു കൊടുത്തത്. ഞാൻ ഇങ്ങനെയല്ല പറയണം, എങ്ങനെ ഞാനാണ് അവരെ പഠിപ്പിച്ചത്, അങ്ങനെയല്ല, ഞാനാണ് അവർക്ക് പറഞ്ഞു അത്രേ ഉള്ളൂ. ശരി, ഇനി ആരെങ്കിലും ഈ ആർട്ടിസ്റ്റ് ചേട്ടന് ഈ അനീഫ്ക്ക് പഠിപ്പിച്ചിട്ടുണ്ടല്ലേ, തീർന്നു. അല്ല അനീഫക്ക, ഇതനി മമ്മൂക്കയുടെ താരങ്ങൾ അത് ശരിയാ, അപ്പൊ അനീഫക്കയുടെ നാണ് ഇതെല്ലാം പഠിക്കുന്നതല്ലേ? അത് എനിക്ക് നല്ല ധൈര്യമുണ്ട്, കാരണം രമേശ് ഇതിന് സാക്ഷിയാണ്. രമേശ് സമ്മതിക്കില്ല, സത്യം പറയും, അങ്ങനെയല്ല പറഞ്ഞത് പറയും. അത് പറയാം, ഞാൻ സാക്ഷിയാണ്.